കാക്ക നമ്മളങ്ങോട്ട് പോണത് ഓടാനൊന്നും പറ്റൂല കാക്ക. വെഡിങ് ആനിവേഴ്സറി ആയിട്ട് എടുക്ക് പോണം നിങ്ങൾക്ക് അറിയില്ല. എത്ര കാക്ക വെഡിങ് ആനിവേഴ്സറി ആയിട്ട് നിങ്ങൾക്ക് വിചാരമൊന്നും ഇല്ലേ? എവിടക്കെങ്കിലും ഒന്ന് പോവുക. എനിക്ക് ഗിഫ്റ്റ് ഒന്നുമില്ല. എവിടേക്ക് ഈ പോണത്? ഉടുക്കാക്ക പോണത് ക്ഷമ ഇറങ്ങ്. ഓടാന് ഹലോ, അങ്ങനെ ഞങ്ങൾ എത്തിയിട്ടുള്ളത് ഹിലാലുള്ള മീൽ ബോക്സ് റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ. ശരിക്കും സർപ്രൈസ് ആയിട്ടാണ് ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ എവിടേക്കും പോണില്ല എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ്. ഇന്നിവിടെ ഖത്തറിൻ്റെ സ്പോർട്സ് ഡേ കൂടിയാണ്. ഇവിടെ ആദ്യം ഡൈനിങ്ങിനൊന്നും ഇല്ലായിരുന്നു, ഇപ്പോൾ ഡൈനിങ് തുടങ്ങിയിട്ടുണ്ട്. അപ്പം മക്കളൊക്കെ സർപ്രൈസ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, ഇപ്പിച്ച് നമ്മളെ പറ്റിക്കാൻ നോക്കിയായിരുന്നു പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ മെനു ഒക്കെ എടുത്ത് നോക്കുന്നുണ്ട്. ഫുഡ് ഏതൊക്കെയാണ് വേണ്ടതെന്നുള്ള കൺഫ്യൂഷനാണ്. കാരണം നല്ല വിശപ്പുണ്ട്. ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇറങ്ങിയപ്പോഴും. ഞങ്ങൾ വരുന്ന സമയത്ത് ഭയങ്കര തിരക്കാണ്. ഫുഡൊക്കെ ഓൾമോസ്റ്റ് പിന്നെ എന്താ പറയുക നല്ല തിരക്കായിട്ട് പെട്ടെന്ന് തീർന്നിട്ടുണ്ട്. ഞങ്ങളെന്തായാലും ബുക്കാരി മന്തി ഒക്കെ പറഞ്ഞിട്ടുണ്ട്, പിന്നെ കബാബ് പറഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതാണ് ഇവിടെ സ്പെഷ്യൽ ഓർഡറായിട്ട് വന്നിട്ടുള്ളത്. ഈ ഒരു ഓൾമോസ്റ്റ് എല്ലാ ഡിഷിനും 10 റിയാലാണ് കേട്ടോ വരുന്നത്. 10 റിയാലാണ് എല്ലാത്തിനും. പിന്നെ ഇത് കണ്ടോ, ഹാഫ് ഗ്രീൻ ചില്ലി ചിക്കൻ ബാർബിക്യൂ ആണ്. അതിന് ഹാഫിന് 10 റിയാലും അതുപോലെ ഫുള്ളിന് 20 റിയാലാണ് കേട്ടോ. അതിൻ്റെ കൂടെ റൊട്ടിയൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇവിടെയുള്ള കോംബോ ആണ് കേട്ടോ. കബാബിൻ്റെ 3 തരം കോംബോ ആണ്, വെറൈറ്റി ആയിട്ടുള്ള കോംബോ ആണ്. ഇതിൽ താഴത്തെ കോംബോ ആണ് കേട്ടോ ഞങ്ങൾ ചൂസ് ആക്കിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ വേറെ വെറൈറ്റി ആയിട്ടുള്ള 9 ഐറ്റംസ് ഇവിടെ ഉണ്ട്. ഇതിൽ ഏത് വേണമെങ്കിലും നമ്മൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അപ്പോൾ റെഡിയാക്കി തരും. അതിനൊക്കെ 25 റിയാലാണ്. പിന്നെ ഇത് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത് സാൻഡ്വിച്ച് പ്ലാറ്ററാണ് കേട്ടോ. ഈ ഒരു വലിയൊരു പ്ലാറ്ററിനാണ് വരുന്നത്. ഇത്രയും ഐറ്റംസ് ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. അതിന് 25 റിയാൽ. പിന്നെ ഈ ഒരു പോക്കറ്റ് ഷവർമ നിങ്ങൾ കണ്ടോ, ഇതിനാകെ വെറും 4 റിയാലാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോഴേക്കും നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള ഫുഡുകൾ ഓരോന്നായിട്ട് എത്തി തുടങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് കബാബായിരുന്നു കേട്ടോ. മിക്സ്ഡ് കബാബാണ്. സംഭവം നല്ല ടേസ്റ്റി ആയിട്ടുണ്ടായിരുന്നു. മക്കളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല വിശപ്പും ഉണ്ട്, ഒരുപാട് ഐറ്റംസ് പറഞ്ഞതുകൊണ്ടേ. പിന്നെ നമ്മളെ മന്തി റൈസ്, ബുഗാരി റൈസൊക്കെ വന്നിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിൽ ഇതുപോലെയാണ് വന്നിട്ടുള്ളത്. ഇത് ശരിക്കും നമുക്കറിയില്ലായിരുന്നു 2 പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ടാവും എന്നുള്ള അറിയില്ലായിരുന്നു. ഇതിപ്പോൾ 3 എണ്ണം ഞങ്ങൾ ഓർഡറും ചെയ്തു, പക്ഷെ ഒരുപാട് അധികമായിരുന്നു കേട്ടോ ചോറ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സാധാരണ നമ്മൾ മന്തി കഴിക്കുന്നതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് കബാബ് കോംബോ വന്നിട്ടുള്ളത്. ഷമനൊക്കെ വിശന്നിരിക്കുന്നുണ്ട്, അപ്പോഴേക്കും അവന് ചോദിച്ചു തുടങ്ങി. പിന്നെ അത്യാവശ്യം ഇതുപോലെ നമ്മുടെ കൂടുതൽ മയോണൈസ്, ഗാർലിക് പേസ്റ്റ്, പിന്നെ ടൊമാറ്റോ സോസ്, ചില്ലി പേസ്റ്റ്, അതൊക്കെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഗാർലിക് പേസ്റ്റ് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഈ ഒരു ചില്ലി സോസ് സാധാരണ എവിടെയും കാണാത്തതാണ്, പക്ഷെ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനതായാലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. വിശന്നിരിക്കുമ്പോഴേ നമ്മൾ ഈ മന്തി ഞാൻ കഴിക്കുന്നത് ബുഗാരി റൈസാണ്. കാക്കുവിനാണ് മന്തി റൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എല്ലാവരും മിക്സ് ചെയ്തിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതാണ്ടോ, ഇതിങ്ങനെ കൂട്ടി കഴിക്കുമ്പോൾ ഉണ്ടല്ലോ യാ മോനെ എന്ന് പറയാം.
പിന്നെ നമ്മൾ കബാബിലെ ഓരോ പീസുകളും വെറൈറ്റി ടേസ്റ്റ് തന്നെയായിരുന്നു. എല്ലാം ഒന്നിനൊന്ന് മെച്ചം തന്നെ പറയാം കേട്ടോ. ഷമോന് ഗാർലിക് പേസ്റ്റ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് പിന്നെ അവൻ അതിൻ്റെ പുറകിലായിരുന്നു. അങ്ങനെ എന്തായാലും ഞങ്ങൾ വിശപ്പിൻ്റെ ആർത്തി കൊണ്ട് എല്ലാ ഫുഡുകളും ഒരുവിധം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഫുഡ് തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് നല്ലൊരു റെസ്റ്റോറൻറ്റ് പോയിട്ട് തന്നെ ഫുഡ് കഴിക്കാൻ പറ്റി. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഹിലാൽ ഏരിയയിൽ വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് നമ്മളുടെ വിലക്കനുസരിച്ച് കഴിക്കണമെങ്കിൽ മീൽ ബോക്സ് റെസ്റ്റോറൻറ്റിൽ എത്തിയാൽ മതി. ഇതാണ് അവരുടെ കോൺടാക്ട് നമ്പർ, ഇതാ ഡിസ്പ്ലേയിൽ കാണുന്നതാണ്. നിങ്ങൾക്ക് പാർസൽ വേണമെങ്കിൽ അവർ എത്തിച്ചു തരും. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ഡേയ്സൊക്കെ മനോഹരമാക്കാൻ വേണ്ടിയിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മീൽ ബോക്സ് റെസ്റ്റോറൻറ്റ് എല്ലാവർക്കും തിരഞ്ഞെടുക്കാൻ പറ്റുന്നൊരു റെസ്റ്റോറൻറ്റ് തന്നെയാണ്. വെറും 10 റിയാലാണ് എല്ലാ മെനുവിനും ഞാൻ കാണിച്ചു തന്നല്ലോ. നമ്മളിപ്പോൾ കാണിച്ചിട്ടുള്ളത് മീൽ ബോക്സ് റെസ്റ്റോറൻറ്റിലെ സ്പെഷ്യൽ മെനുകൾ മാത്രമാണ്. അപ്പോൾ ഈ ഒരു ഓഫർ ഉള്ളത് ഫെബ്രുവരി 28 വരെയാണ്. അപ്പോൾ അതിനുള്ളിലായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് മിനുസ് വേൾഡ്. അസ്സലാമു അലൈക്കും.